നമസ്കാരം. ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് ക്ലാസ് 7 മലയാളം കേരള പാഠാവലി യൂണിറ്റ് ചെറുതിരയിൽ തെളിയും വലിയൊരു ലോകം. അതിൽ ഉൾപ്പെടുന്ന പാഠമായ കിളി അയാളോട് സംസാരിക്കുന്നു. നമുക്ക് ആദ്യമായിട്ട് ഈ കഥ എഴുതിയ കഥാകാരനെ ഒന്ന് പരിചയപ്പെടണ്ടേ? അതിനു മുൻപായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ കമന്റുകളും ഇടണം. PK പാറക്കടവ്. മലയാളത്തിലെ പ്രമുഖ ചെറുകഥാകൃത്താണ് PK പാറക്കടവ്. മിനിക്കഥകളിലൂടെ സാഹിത്യ രംഗത്ത് ശ്രദ്ധേയനായ അദ്ദേഹത്തെ മിനിക്കഥകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കാം. അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ആശയങ്ങൾ പകർന്നു നൽകി പുതിയൊരു ലോകം നമുക്ക് മുന്നിൽ തുറന്നു തരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കൂ. മൗനത്തിന്റെ നിലവിളി, ഗുരുവും ഞാനും, ഖോർഫുക്കാൻ കുന്ന്, പ്രകാശനാളം, മനസ്സിന്റെ വാതിലുകൾ, ഇടിമിന്നലുകളുടെ പ്രണയം, ഇരട്ട മിഠായികൾ. നമുക്ക് പഠിക്കാനുള്ള ഈ കഥ ഇരട്ട മിഠായികൾ എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ഒന്ന് ചെയ്തു നോക്കാം. ആദ്യത്തേത് ചർച്ച ചെയ്യാം, കണ്ടെത്താം എന്ന വിഭാഗമാണ്. ചോദ്യം ഇതാണ്: തുല്യമായ ഉത്തരവാദിത്വങ്ങളുള്ള കുടുംബ പരിസരത്ത് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് പെരുമാറുകയാണ് അംഗങ്ങൾ ചെയ്യേണ്ടത്. ഈ പ്രസ്താവനയെ കിളി അയാളോട് സംസാരിക്കുന്നു എന്ന മിനിക്കഥയും താഴെ കൊടുത്ത സൂചനകളും മുൻനിർത്തി ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സൂചനകൾ എന്തൊക്കെയാണ്? 3 സൂചനകൾ തന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം, തുല്യ പങ്കാളിത്തം, ബന്ധങ്ങളിലെ ഊഷ്മളത. കുടുംബനാഥൻ, കുടുംബനാഥ, മക്കൾ ഇവരെല്ലാം ചേർന്നതാണ് കുടുംബം. കുടുംബാംഗങ്ങൾ എല്ലാവരും പരസ്പര സ്നേഹത്തോടെയും സഹവർത്തിത്വത്തോടെയും പെരുമാറണം. ഓരോരുത്തർക്കും അവരവരുടേതായ സ്ഥാന ബഹുമാനങ്ങളും സ്വാതന്ത്ര്യവും നൽകുമ്പോൾ കുടുംബാന്തരീക്ഷം മനോഹരമാകുന്നു. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യവും ഉൾപ്പെടും. നല്ലത് മാത്രം ചെയ്യുന്നതിനാണ് സ്വാതന്ത്ര്യം. വീട്ടുകാര്യങ്ങളിൽ എല്ലാവർക്കും തുല്യ പങ്കാളിത്തം ഉണ്ടായിരിക്കണം. കുടുംബനാഥന്റെ ചുമലിൽ എല്ലാ ഭാരവും ചുമത്താതെ ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളതയുണ്ടാകും. കഴിഞ്ഞില്ല. ഇതാ, കിളി അയാളോട് സംസാരിക്കുന്നു എന്ന കഥയിൽ വീട്ടിലേക്ക് വരുന്ന കഥാനായകനെ ടിവിയിലും കമ്പ്യൂട്ടറിലും മൊബൈലിലും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഭാര്യയും മക്കളും ഗൗനിക്കുന്നതേയില്ല. ഇക്കാരണത്താൽ ദുഃഖിതനും ഏകാകിയുമായ അയാൾ വീടിന് പുറത്തു വരികയും ആകാശത്ത് പറന്നു നടക്കുന്ന കിളിയെ കാണുകയും, അവിടെ ഒരു അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട്, ആകാശത്ത് പറന്നു നടക്കുന്ന കിളിയെ കാണുകയും ചെയ്യുന്നു. കിളിയുടെ ശബ്ദം അയാളോട് സംസാരിക്കുന്നത് പോലെ അനുഭവപ്പെടുകയും അയാൾ ഏകനല്ല എന്നോർത്ത് സന്തോഷിക്കുകയും ചെയ്യുന്നു. സാങ്കേതിക മാധ്യമങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നതിനാൽ ഈ കഥയിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല, മുഖത്തു നോക്കുന്നില്ല. കുടുംബ ബന്ധങ്ങൾക്ക് ദൃഢത വരുന്നതിന് പരസ്പരമുള്ള ആശയവിനിമയം വേണ്ടതാണ് എന്ന തത്വമാണ് കഥാകാരൻ കഥയിലൂടെ വ്യക്തമാക്കുന്നത്. അടുത്ത ചോദ്യം പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാം എന്നതാണ്.
ചോദ്യം ഇതാണ്, ആധുനിക സാങ്കേതിക വിദ്യയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ഈ കഥയിലെ നായകൻ. ആണോ? അല്ല അല്ലേ? ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം ചർച്ച ചെയ്ത് കുറിപ്പെഴുതുക. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രതികരണമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഥ വായിച്ച് പഠിച്ചതിൽ നിന്നും നിങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്തണം. ഞാനിവിടെ നൽകുന്നത് എന്താണെന്നൊന്ന് നോക്കൂ. കഥാനായകൻ സാങ്കേതിക വിദ്യയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയല്ല എന്ന് പറയാം. കാരണം ഇന്ന് ഒരു കൊച്ചുകുട്ടി പോലും സാങ്കേതിക ഉപകരണങ്ങൾ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ കഥാനായകൻ പകൽ മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ കുടുംബാംഗങ്ങളുടെ സ്നേഹം നിറഞ്ഞ സമീപനം ആഗ്രഹിക്കാം. എന്നാൽ ഇവിടെ ഭാര്യ ടിവിയിലും മകൻ കമ്പ്യൂട്ടറിലും മകൾ മൊബൈൽ ഫോണിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതിനാൽ കുടുംബനാഥനെ ശ്രദ്ധിക്കുന്നതേയില്ല. ഈ അവഗണന അയാൾക്ക് ഏകാന്തതയും ദുഃഖവും നൽകുന്നു. അതിനാൽ അയാൾ വീടിന് പുറത്തേക്കിറങ്ങുകയും പറന്നു നടക്കുന്ന കിളിയെ കാണുകയും ചെയ്യുന്നു. കിളി അയാളെ നോക്കുന്നതായും സംസാരിക്കുന്നതായും അയാൾക്ക് തോന്നുന്നു. ഇത് അയാൾക്ക് സന്തോഷം നൽകുന്നതായി കഥാകാരൻ പറയുന്നു. കഥാനായകൻ സാങ്കേതിക ഉപകരണങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാകണം. ടിവി കാണുന്നതിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിലും താല്പര്യമുള്ള ആളാകാം. അയാൾ ജോലി സ്ഥലത്ത് കമ്പ്യൂട്ടറിലായിരിക്കാം ജോലി ചെയ്യുന്നത്. എന്നാൽ കുടുംബത്തിൽ അയാൾ ആഗ്രഹിക്കുന്ന സ്നേഹം ലഭ്യമാകുന്നില്ല. കാരണം സാങ്കേതിക വിദ്യയുടെ അമിത ഉപയോഗം തന്നെ. ഇതാ, നമുക്കിവിടെ ഒരു കഥ തന്നിട്ടുണ്ട്. കഥയുടെ പേര് ആമസോൺ എന്നാണ്. നമുക്കൊന്ന് വായിക്കാം. ഒരു ചായ കിട്ടുമോ എന്നറിയാൻ പതുക്കെ അടുക്കളയിലേക്ക് കയറിയതാണ്. ഫ്രിഡ്ജിന് മുകളിലെ കൊച്ചു ടിവി പെട്ടിയുടെ മുന്നിൽ പ്രിയപ്പെട്ട ആരോ മരിച്ച വേവലാതിയോടെ നിൽക്കുകയാണ് അന്നാമ്മ. ജോപ്പൻ മോണിറ്ററിലേക്ക് നോക്കി. തീ ആളിക്കത്തുകയാണ്. എന്നതാടി പറ്റിയത്? കരച്ചിലിന്റെ വക്കിൽ നിന്നുകൊണ്ട് അന്നാമ്മ പറഞ്ഞു. ആമസോൺ കാട് കത്തുകയാണ്. 14 ദിവസമായി. ജോപ്പൻ അന്നാമ്മയുടെ ചുമലിൽ കൈവച്ചു. അതിന് നമുക്കെന്നതാടി? വാർത്തകളിൽ നിന്നും ഊറിക്കിട്ടിയത് അവൾ ഉരുക്കഴിച്ചു. ഭൂമിക്ക് വേണ്ട ഓക്സിജൻ കൂടുതലും കിട്ടുന്നത് ആമസോണിൽ നിന്നാണ്. കോടിക്കണക്കിന് ജീവജാലങ്ങളും മരങ്ങളും കത്തിച്ചാമ്പലാകുകയാണ്. ഒരു രാജ്യമല്ല, ഒരു വൻകര തന്നെ കത്തുകയാണ്. ഇത് അംബികാസുധൻ മാങ്ങാടിന്റെ ചിന്നമുണ്ടി എന്ന കൃതിയിലെ ഒരു ചെറിയ കഥയാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സംവാദം നടത്തുകയാണ് വേണ്ടത്. ഇതാ, സംവാദം നടത്താം. മുകളിൽ തന്നിട്ടുള്ള കഥയും ആമസോൺ എന്ന കഥ, കിളി അയാളോട് സംസാരിക്കുന്നു എന്ന കഥയും താരതമ്യം ചെയ്ത് ടെലിവിഷന്റെയും മറ്റു മാധ്യമങ്ങളുടെയും ഗുണദോഷങ്ങളെ കുറിച്ച് ക്ലാസ്സിൽ ഒരു സംവാദം സംഘടിപ്പിക്കുക. സംവാദം എന്ന് വെച്ചാൽ 2 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പരസ്പരം പറയണം. ഇരു ഗ്രൂപ്പുകളും അവരവരുടേതായ അഭിപ്രായങ്ങളാണ് പറയേണ്ടത്. ചിലപ്പോൾ സംവാദങ്ങൾ നല്ല ചൂട് പിടിക്കാറുണ്ട്. നമുക്ക് നോക്കാം. PK പാറക്കടവിന്റെ മിനിക്കഥയായ കിളി അയാളോട് സംസാരിക്കുന്നു എന്നതിൽ ഒരു വശത്ത് സാങ്കേതിക ഉപകരണങ്ങൾ മനുഷ്യരെ വളരെയധികം സ്വാധീനിക്കുന്നതായും മറുവശത്ത് അവ മൂലം മനുഷ്യനുണ്ടാകുന്ന ദോഷവശവും വ്യക്തമാക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കുമെന്നതിന് സംശയമില്ല. എന്നാൽ ഇന്ന് മനുഷ്യൻ ടെലിവിഷനും മൊബൈൽ ഫോണിനും ഇന്റർനെറ്റിനും അടിമയായി തീർന്ന അവസ്ഥയാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കാനോ സ്നേഹപൂർവ്വം ഇടപഴകാനോ സമയമില്ല.
ഏത് സമയവും ഇത്തരം ഉപകരണങ്ങളിലാണ് ജീവിതം. കിളി അയാളോട് സംസാരിക്കുന്നു എന്ന കഥയിൽ കഥാനായകന് വേണ്ടത് കുടുംബാംഗങ്ങളുടെ സ്നേഹമാണ്. അത് ലഭിക്കാത്തതിൽ അയാൾ ദുഃഖിതനുമാണ്. ആ കഥാനായകന്റെ അവസ്ഥയാണ് ഇന്ന് പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത്. ആമസോൺ എന്ന കഥയിൽ ടിവിയിലൂടെ വാർത്ത കാണുന്ന അന്നാമ്മ ആമസോൺ കാട് കത്തുന്നതിൽ ദുഃഖിക്കുന്നു. അന്നാമ്മയുടെ മനുഷ്യ സ്നേഹവും സർവോപരി വിശാലമായ മനസ്സുമാണ് എവിടെയോ ഉള്ള കാട് കത്തി നശിക്കുന്നതിൽ അവരെ വിഷമിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ സാങ്കേതിക ഉപകരണങ്ങൾ വേണ്ടവിധം ഉപയോഗിച്ചാൽ മനുഷ്യന് പ്രയോജനം തന്നെയാണ്. ഏതൊരു വിവരവും വീട്ടിലിരുന്ന് കാണാനും അറിയാനും അവ ഉപകരിക്കുന്നുണ്ട്. അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ ഇവ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് സമയനഷ്ടം, ആരോഗ്യ പ്രശ്നങ്ങൾ കൂടാതെ മനുഷ്യബന്ധങ്ങളിൽ വിടവ് ഇവയ്ക്കെല്ലാം കാരണമാകും. ഇനി നമുക്കൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാം. ഇതാ സ്ക്രിപ്റ്റിനുള്ള ഭാഗം നമ്മൾ മുൻപ് പഠിച്ച പാഠത്തിലെ ഒരു ഭാഗമാണ്. ശ്രദ്ധിക്കൂ. മഴ പെയ്തു തീർന്നു. പക്ഷേ മാനം തെളിഞ്ഞിരുന്നില്ല. കട്ടിയായ ഇരുട്ടിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു. കുട്ടി തൊടിയിലേക്ക് വിരൽ ചൂണ്ടി ചിരിച്ചു. അച്ഛാ, നക്ഷത്രങ്ങൾ, നക്ഷത്രം പറക്കുന്നു. ഹായ്, എന്ത് രസം. അച്ഛൻ പറഞ്ഞു, നക്ഷത്രമല്ല കുഞ്ഞേ, മിന്നാമിനുങ്ങ്, ഒരു തരം പുഴു. കുട്ടിക്ക് ബോധ്യമായില്ല. ഈ അച്ഛന് എന്തറിയാം? മഴ പെയ്തപ്പോൾ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങളെല്ലാം കൂടെ താഴോട്ട് പോന്നതാണ്. അതല്ലേ? ദേ മാനത്ത് ഒറ്റ എണ്ണവുമില്ലല്ലോ. കുട്ടി വാശി പിടിച്ചു. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് നമ്മുടെ 2ാമത്തെ യൂണിറ്റിൽ പരിചയപ്പെട്ട നക്ഷത്രം എന്ന കഥയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? താഴെ കൊടുത്തിരിക്കുന്ന മാതൃകയിൽ ഈ കഥയിലെ തന്നെ മറ്റൊരു ഭാഗത്തിനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റേതെങ്കിലും ഒരു കഥാഭാഗത്തിനോ ദൃശ്യവിവരണവും സംഭാഷണവും തയ്യാറാക്കുക. ദൃശ്യവും വേണം, അതുപോലെ ശ്രവ്യവും വേണം. ഇവിടെ നമുക്ക് നക്ഷത്രം എന്ന കഥയിലെ ഭാഗത്തിന്റെ ദൃശ്യ വീഡിയോ ദൃശ്യമൊന്ന് ചെയ്തു നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന മുകളിൽ വായിച്ച ഭാഗത്തിന്റെ സമയം രാത്രി. മഴ പെയ്തു തീർന്നിരിക്കുന്നു. മാനം തെളിഞ്ഞിട്ടില്ല. കട്ടിയായ ഇരുട്ടിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞു കാണുന്നുണ്ട്. ഒരു കുട്ടി തൊടിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അച്ഛനോട് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു. അച്ഛൻ വിശദീകരിക്കുന്നു. കുട്ടിക്ക് അത് തീരെ ബോധ്യമാകുന്നില്ല. കുട്ടി വാശിയോടെ പറയുന്നു. ഇത്രയുമാണ് നമ്മൾ ദൃശ്യമായിട്ട് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ദൃശ്യം എന്നാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ. ഇനി ആ ഭാഗത്തിന്റെ ശ്രവ്യമായ ഭാഗം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ശ്രവ്യം എന്ന് വെച്ചാൽ പറയുക, സംഭാഷണം. ഇതാ കുട്ടി സന്തോഷത്തോടെ, അച്ഛാ, നക്ഷത്രങ്ങൾ, നക്ഷത്രം പറക്കുന്നു. ഹായ്, എന്ത് രസം. അച്ഛൻ, നക്ഷത്രമല്ല കുഞ്ഞേ, അത് മിന്നാമിനുങ്ങ, ഒരുതരം പുഴു. കുട്ടി, ഈ അച്ഛന് എന്തറിയാം? അത് നക്ഷത്രം തന്നെയാ. മഴ പെയ്തപ്പോൾ ആകാശത്ത് നിന്ന് ആ നക്ഷത്രങ്ങളെല്ലാം കൂടി താഴോട്ട് പോന്നതാ. ദേ നോക്കിക്കേ, ഇപ്പോൾ ഒറ്റ എണ്ണവും ഇല്ലല്ലോ. ആ കുട്ടി പറയുന്നതാണ്. ഇത്രയുമാണ് ശ്രവ്യമായ സംഭാഷണ ഭാഗം. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം, കഥാഭാഗം തന്നാൽ അതിനെ നമുക്ക് ദൃശ്യ രൂപത്തിലും അതുപോലെ ശ്രവ്യ രൂപത്തിലും ആക്കണം. അപ്പോഴാണ് സ്ക്രിപ്റ്റ് പൂർണ്ണമാകുന്നത്. ഞാനിവിടെ നിങ്ങൾക്ക് ഒരു മാതൃക
മറ്റൊരു മാതൃക തരാം. നമ്മൾ തന്നെ പഠിച്ച മീനോളം എന്ന പാഠത്തിലെ ഒരു ചെറിയ ഭാഗമാണ് കേട്ടോ. കടലാണ്, ആഴക്കടൽ. അവിടെ ഒരുപാട് കടൽ ജീവികൾ. അവർക്കിടയിൽ രണ്ട് കഥാപാത്രങ്ങളാണ് ഒരു കുഞ്ഞുമീനും അതിന്റെ അമ്മയും. കുഞ്ഞുമീൻ ആലോചിക്കുകയാണ്. അമ്മമീൻ ആലോചനയിലാണ്ട കുഞ്ഞുമീനിനെ ശ്രദ്ധിച്ചു നോക്കുന്നു. കുഞ്ഞുമീൻ, അമ്മേ. അമ്മ, എന്താ കുഞ്ഞേ? കുഞ്ഞ്, അമ്മേ, എനിക്ക് കുറെ നാളായി ഒരു സംശയം. കുറെ നാളുകളോ? അതിന് നീ മുട്ടേന്ന് വിരിഞ്ഞിട്ട് തന്നെ കുറച്ചു നാളുകളല്ലേ ആയിട്ടുള്ളൂ. അമ്മയുടെ കാലമായിരിക്കില്ല എന്റെ കാലം. ഞാൻ ഈ കാണും കടൽപ്പുറ്റ് ഒന്ന് വലം വെച്ച് നീന്തി വരുമ്പോഴേക്കും അമ്മ 10ലേറെ തവണ നീന്തി കഴിഞ്ഞിട്ടുണ്ടാകും. ഇത്രയും ഭാഗമാണ് ഞാൻ നൽകുന്നത്. മീനോളം എന്ന പാഠഭാഗത്തിലെ ഒരു ചെറിയ ഭാഗം. ഇതിന്റെ ദൃശ്യ വീഡിയോ നമുക്കൊന്ന് ചെയ്തു നോക്കാം. സ്ക്രിപ്റ്റ് ആക്കി നോക്കാം. ഇതാ, സമയം പകൽ. നീല നിറത്തിൽ ആഴക്കടൽ. വെള്ളത്തിലൂടെ നീന്തിക്കളിക്കുന്ന പലതരം മത്സ്യങ്ങൾ. ഒരു കുഞ്ഞുമീൻ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. അമ്മമീൻ ചിന്തിച്ചു നിൽക്കുന്ന കുഞ്ഞുമീനിനെ നോക്കുന്നു. കുഞ്ഞുമീൻ അമ്മയോട് തന്റെ സംശയം ചോദിക്കുന്നു. അമ്മയുടെ മറുപടി ഇഷ്ടപ്പെടാതെ കുഞ്ഞുമീൻ ദേഷ്യത്തോടെ അമ്മയെ നോക്കി പറയുന്നു. ഇത്രയുമാണ് നമ്മൾ ആ ഭാഗത്തു നിന്നും എടുത്തിട്ടുള്ള ദൃശ്യം. ഇനി നമുക്ക് അതിന്റെ ശ്രവ്യ വിഭാഗം ഒന്ന് ചെയ്തു നോക്കാം. കുഞ്ഞുമീൻ ചിന്തയിൽ മുഴുകി പതുക്കെ, അമ്മേ. അമ്മ, എന്താ കുഞ്ഞേ? കുഞ്ഞുമീൻ, അമ്മേ, എനിക്ക് കുറെ നാളായി ഒരു സംശയമുണ്ട്. അമ്മ ചിരിച്ചുകൊണ്ട്, സംശയമുണ്ടാകാൻ നീ വളരെ കുഞ്ഞല്ലേ. മുട്ടയിൽ നിന്നും വിരിഞ്ഞിട്ട് കുറച്ചു നാളുകളല്ലേ ആയിട്ടുള്ളൂ. കുഞ്ഞുമീൻ ദേഷ്യത്തോടെ, അമ്മയുടെ കാലമായിരിക്കില്ല എന്റെ കാലം. ഞാൻ ഈ കാണും കടൽപ്പുറ്റ് ഒന്ന് വലം വെച്ച് നീന്തി വരുമ്പോഴേക്കും അമ്മ 10ലേറെ തവണ നീന്തി കഴിഞ്ഞിട്ടുണ്ടാകും. ഇത്രയുമാണ് നമ്മൾ ശ്രവ്യമായിട്ട് സ്ക്രിപ്റ്റിൽ എഴുതി ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ഫീച്ചർ തയ്യാറാക്കാം. വിഷയം ഇതാണ്: പാഠപുസ്തകത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെയും ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള സങ്കേതങ്ങളുടെയും സഹായത്തോടെ കേരളത്തിലെ ദൃശ്യകലകൾ എന്ന വിഷയത്തിൽ ഒരു ഫീച്ചർ തയ്യാറാക്കുക. കേരളത്തിലെ ദൃശ്യകലകൾ. ഞാനിവിടെ ഏതാനും ദൃശ്യകലകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിന്റെ തുടക്കം. ഒട്ടേറെ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ കേരളത്തിലുണ്ട്. നൂറ്റാണ്ടുകളായി നമ്മുടെ നാട് എല്ലാ കലാരൂപങ്ങളെയും സംരക്ഷിക്കുന്നു. അതിനാൽ ഇന്നും കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് നമ്മുടെ തനത് കലാരൂപങ്ങൾ ഓജസ്സോടെ നിലനിൽക്കുന്നു. കഥകളി, കളരിപ്പയറ്റ്, മോഹിനിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ കേരളത്തിന്റെ പ്രശസ്തി ലോകമെമ്പാടും എത്തിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഓരോ കലാരൂപങ്ങളൊന്ന് പരിചയപ്പെടാം. ഇതാ കൂത്ത്. ഞാൻ അതിന്റെ ഒരു ചിത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് കൂത്ത്? നമ്മുടെ ദൃശ്യകലാ വിഭാഗത്തിൽ പ്രമുഖമായതാണ് കൂത്ത്. പുരാണ പരിചയത്തിനും മതസംസ്കാരത്തിനും പറ്റിയ ദൃശ്യകലയാണ് കൂത്ത്. ക്ഷേത്ര പരിസരങ്ങളിൽ കൂത്ത് അവതരിപ്പിക്കുന്നത് ചാക്യാരാണ്. പുരാണേതിഹാസങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള കഥകളും ഉപകഥകളും വിഷയമാക്കി രചിക്കപ്പെട്ടവയാണ് കൂത്ത്. കഥ പറയുമ്പോൾ സമകാലിക സംഭവങ്ങളും കോർത്തിണക്കി ആരെയും പരാമർശിക്കുന്നതിന് ചാക്യാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. മിഴാവ് കൊട്ടുന്നത് നമ്പ്യാരാണ്. നിങ്ങൾ ചാക്യാർകൂത്ത് കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ഷേത്ര ഉത്സവങ്ങളോടനുബന്ധിച്ച് മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ഇന്ന്
ചാക്യാർകൂത്ത് നടത്തി വരുന്നുണ്ട്. വളരെ രസകരമായ ഒരു കലാരൂപമാണ് അത്. അതുകൊണ്ട് അതിനുള്ള സാഹചര്യം ഒത്തുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും പോയി അത് കാണണം. ഇനി നമുക്ക് അടുത്ത ഒരു ദൃശ്യകല നോക്കാം. നമുക്കെല്ലാം സുപരിചിതമായ കഥകളി. ഇതാ കഥകളിയെ കുറിച്ചൊരു വിവരണം നൽകാം. ദൃശ്യകലാ വിഭാഗത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് കഥകളി. കേരളത്തിന്റെ പ്രശസ്തി വിദേശ രാജ്യങ്ങളിൽ എത്തിച്ച കലാരൂപമാണ് കഥകളി. കൊട്ടാരക്കര തമ്പുരാൻ രചിച്ച രാമനാട്ടത്തിന്റെ പരിഷ്കൃത രൂപമാണ് കഥകളി. കഥകളിക്ക് പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നീ 5 വേഷങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് വ്യവസ്ഥ. കേളി, അരങ്ങുകേളി, തോടയം, പുറപ്പാട്, വന്ദന ശ്ലോകം, മേളപ്പദം എന്നിങ്ങനെ 6 ചടങ്ങുകൾ കഥകളിക്കുണ്ട്. ഇത് പൂർണ്ണമായും ദൃശ്യകല ആയതിനാൽ, അവിടെ ഒരു അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട്, ക്ഷമിക്കുക. ദൃശ്യകല കഴിഞ്ഞിട്ട് ആയതിനാൽ എന്നാണ്. പക്വത നേടിയ ഒരു നടന് മാത്രമേ കഥകളി ശരിയായി അഭിനയിക്കാൻ സാധിക്കൂ. നടന്നു എന്നല്ല, നടന് എന്നാണ് കേട്ടോ. ഇന്നയല്ല, നടന്ന്. ഒന്നുകൂടി വായിക്കാതെ, ഇത് പൂർണ്ണമായും ദൃശ്യകല ആയതിനാൽ പക്വത നേടിയ ഒരു നടന് മാത്രമേ കഥകളി ശരിയായി അഭിനയിക്കാൻ സാധിക്കൂ. അക്ഷരത്തെറ്റ് വന്നതിന് സദയം ക്ഷമിക്കുക. അടുത്തത് പൂരക്കളി. ഇതാണ് പൂരക്കളിയുടെ ചിത്രം. കുറെ ആളുകളുണ്ട് സ്റ്റേജിൽ അല്ലെ. നമുക്ക് അതിന്റെ വിവരണം ഒന്ന് നോക്കാം. ഉത്തര കേരളത്തിൽ പ്രചാരമുള്ളതാണ് പൂരക്കളി. പ്രത്യുപ്നൻ എന്ന പേരിൽ വീണ്ടും അവതരിച്ച കാമദേവൻ രതിദേവിയോടൊപ്പം ദ്വാരകയിൽ വന്നപ്പോൾ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവരും നൃത്തം ചെയ്തു. ഇപ്പോൾ പുരുഷന്മാർ മാത്രമാണ് പൂരക്കളി അവതരിപ്പിക്കുന്നത്. 20-30 പുരുഷന്മാർ പല വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് 2 സംഘങ്ങളായി കളിക്കുന്നു. ചെണ്ട, ദുന്ദുഭി, ഇലത്താളം, ശംഖ്, നാദസ്വരം തുടങ്ങിയവയാണ് വാദ്യങ്ങൾ. നൃത്ത സംഗീത സമ്മേളിതമായ പൂരക്കളി രാവിലെ 8 മണി മുതൽ പിറ്റേന്ന് രാവിലെ 8 മണി വരെ കളിക്കുന്നു. പൂരക്കളി കണ്ടിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യത കുറവാണ് അല്ലെ. ഇതാ കളരിപ്പയറ്റ്. കളരിപ്പയറ്റ് 2 ആളുകൾ വാളും പരിചയമായിട്ട് അഭ്യാസം നടത്തുകയാണ്. എന്താണ് കളരിപ്പയറ്റ് എന്ന് നോക്കാം. കേരളത്തിൽ പ്രചാരം നേടിയ ആയോധന കലാരൂപമാണ് കളരിപ്പയറ്റ്. ഇത് ഒരു യുദ്ധകലയായും അറിയപ്പെടുന്നു. പ്രധാനമായും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും പരിശീലിക്കപ്പെടുന്നു. ആയോധന കലയായ കളരിപ്പയറ്റ് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഏറ്റവും പഴയ പോരാട്ട സമ്പ്രദായമാണ്. കളരിപ്പയറ്റിലെ പ്രതിരോധ ആക്രമണ രീതികൾ മനോഹരവും ജനപ്രിയവുമാണ്. സ്വയം രക്ഷയ്ക്ക് വേണ്ടിയും ഇത് പഠിക്കുന്നുണ്ട്. പരശുരാമനാണ് കളരിപ്പയറ്റിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നു. കളരിപ്പയറ്റ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ പഠിക്കുന്നുണ്ടാകും അല്ലേ. അടുത്തതായിട്ട് നമുക്ക് മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിന്റെ ഒരു ചിത്രം. എന്താണ് മോഹിനിയാട്ടം? കേരളത്തിന്റെ തനത് ലാസ്യ നൃത്തകലാരൂപമാണ് മോഹിനിയാട്ടം. നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ചതുർവൃത്തികളിൽ ലാസ്യ ലാവണ്യ സമ്പന്നമായ കൈശികി വൃത്തിയിൽ ഊന്നിയ ചലനങ്ങളാണ് മോഹിനിയാട്ടത്തിന്റെ മുഖമുദ്ര. രസരാജനായ ശൃംഗാരമാണ് മോഹിനിയാട്ടത്തിൽ കൂടുതലായി അവതരിപ്പിക്കുന്നത്. ഇനി കുമ്മാട്ടിക്കളി. നമുക്കൊരു പാഠം പഠിക്കാനുണ്ടായിരുന്നല്ലോ അല്ലേ, കുമ്മാട്ടിയെ കുറിച്ച്. കുമ്മാട്ടിക്കളിയുടെ കുറച്ച് ചിത്രമാണ് കേട്ടോ. കുറച്ച് ആളുകൾ ശരീരം മുഴുവൻ പുല്ലൊക്കെ ധരിച്ച് മുഖം മൂടിയൊക്കെ ധരിച്ച് അങ്ങനെ കളിക്കുന്നു. എന്താണ് കുമ്മാട്ടിക്കളി നോക്കാം അല്ലേ. കേരളത്തിലെ അറിയപ്പെടുന്ന മുഖം മൂടി നൃത്തകലകളിൽ ഒന്നാണ് കുമ്മാട്ടിക്കളി. വർണ്ണാഭമായ കലയാണിത്. ഓണക്കാലത്തും പ്രധാനമായും പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് ഇത് അവതരിപ്പിക്കുന്നത്.
കുമ്മാട്ടിക്കളി അവതരിപ്പിക്കുമ്പോൾ നർത്തകർ ശരീരം പുല്ലുകൊണ്ട് മൂടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. ഇതാ തിറയാട്ടം. തിറ തെയ്യവും തിറയും ഒക്കെ ഉണ്ടല്ലോ വടക്കൻ കേരളത്തിൽ, അതിന്റെ ഒരു ചിത്രമാണിത്. എന്താണ് തിറയാട്ടം എന്ന് നോക്കാം. കേരളത്തിൽ തെക്കൻ മലബാറിലെ കാവുകളിലും തറവാട്ടു സ്ഥാനങ്ങളിലും നടത്തിവരുന്ന അനുഷ്ഠാന കലാരൂപമാണ് തിറയാട്ടം. ദേവപ്രീതിക്കായി കോലം കെട്ടിയാടുന്ന ചടുലവും വർണ്ണാഭവും ഭക്തി നിറഞ്ഞതുമായ കലാരൂപമാണിത്. നൃത്തവും അഭിനയവും ഗീതങ്ങളും വാദ്യഘോഷങ്ങളും മുഖത്തെഴുത്തും മെയ്യെഴുത്തും ആയോധന കലയും അനുഷ്ഠാനങ്ങളും സമന്വയിക്കുന്ന കലാരൂപം കൂടിയാണ് തിറയാട്ടം. അപ്പോൾ അങ്ങനെ അനേകം ദൃശ്യകലകൾ നമ്മുടെ കേരളത്തിനുണ്ട്. അതിൽ ചിലത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മറ്റു ദൃശ്യകലകൾ കണ്ടെത്തി ഈ ഫീച്ചർ തയ്യാറാക്കാവുന്നതാണ്. ഇനി അടുത്തത് നമുക്കൊരു ചെറിയ ഒരു ചലച്ചിത്രം നിർമ്മിക്കാം അല്ലെ? ഹ്രസ്വചിത്രം. ഇഷ്ടമുള്ള ഒരു ആശയം അടിസ്ഥാനമാക്കി ദൃശ്യവും സംഭാഷണവും എഴുതി ഒരു ഹ്രസ്വചിത്രം തയ്യാറാക്കുക. ഇപ്പോ ചലച്ചിത്രം, സിനിമയൊക്കെ നിർമ്മിക്കുമ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി അതിനുണ്ടാക്കുന്ന സാഹിത്യ രൂപമാണ് തിരക്കഥ. അതില് ദൃശ്യവും അതുപോലെ തന്നെ സംഭാഷണവും എല്ലാം കൂടിച്ചേർന്നതായിരിക്കും. അപ്പൊ നമുക്കിവിടെ ഒരു ഹ്രസ്വചിത്രം തയ്യാറാക്കി നോക്കാം അല്ലെ? ഞാനൊരു മാതൃക തരാം. നിങ്ങളിൽ കഴിവുള്ളവർ നിങ്ങളുടേതായ രീതിയിൽ നല്ലൊരു ഹ്രസ്വചിത്രം തയ്യാറാക്കുക. ദൃശ്യം 1. ഇതാ സാമാന്യം നല്ലൊരു വീടിന്റെ മുൻഭാഗം. വൃദ്ധനായ ഒരു കച്ചവടക്കാരനും അയാളുടെ 2 ആൺമക്കളും നിൽക്കുന്നു. വൃദ്ധൻ മക്കളോട് എന്തോ പറയുന്നു. വൃദ്ധൻ: എനിക്ക് പ്രായമായി. എന്റെ കച്ചവടം നിങ്ങളിൽ ഒരാൾ നോക്കണം. അതിനായി ഒരു മത്സരം നടത്താൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിജയിക്കുന്ന ആൾക്ക് എന്റെ കച്ചവടവും പണവും സ്വന്തം. മൂത്ത മകൻ ചിന്തിക്കുന്നു. മത്സരത്തിൽ ജയിച്ച് സ്വത്തുക്കൾ കൈക്കലാക്കണം. വീണ്ടും വൃദ്ധൻ: 2 പേർക്കും 100 രൂപ വീതം നൽകുന്നു. ഈ രൂപ കൊണ്ട് നാളെ നിങ്ങളുടെ മുറി നിറയ്ക്കണം. മുറി മുഴുവൻ നിറയ്ക്കുന്ന ആൾ വിജയിക്കും. മത്സരം എന്താണെന്ന് കേട്ടല്ലോ? 100 രൂപ കൊണ്ട് അവരുടെ മുറികൾ നിറയ്ക്കണം. മൂത്ത മകൻ ചിരിച്ചുകൊണ്ട്: ഇതാണോ മത്സരം? ഞാൻ തന്നെ ജയിക്കും. പിറ്റേന്ന് പ്രഭാതം. മൂത്ത മകൻ വീടിന് പുറത്തേക്ക് വരുന്നു. മുറി എന്തുകൊണ്ട് നിറയ്ക്കാം എന്ന് ആലോചിക്കുന്നു. പെട്ടെന്ന് മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് വണ്ടി കാണുന്നു. മൂത്ത മകൻ: വണ്ടിക്കാരാ, ആ മാലിന്യം മുഴുവൻ എന്റെ മുറിയിൽ നിറയ്ക്കുക. അതിനായി ഞാൻ 100 രൂപ തരാം. വണ്ടിക്കാരൻ സന്തോഷത്തോടെ പണം വാങ്ങി മുറി മാലിന്യം കൊണ്ട് നിറയ്ക്കുന്നു. മൂത്ത മകൻ: മത്സരത്തിൽ ഞാൻ ജയിച്ചതു തന്നെ. സമയം വൈകുന്നേരം 5 മണി. ഇളയ മകൻ വീടിനടുത്തുള്ള ഒരു കടയിലെത്തി കടക്കാരനോട്: ചേട്ടാ, ഒരു ചെറിയ നിലവിളക്ക്, കുറച്ച് എണ്ണ, ഒരു വിളക്ക് തിരി, തീപ്പെട്ടി, ചന്ദനത്തിരി, പിന്നെ ഈശ്വരന്റെ ചെറിയൊരു ഫോട്ടോ, ഇത്രയും എനിക്ക് വേണം. അതിന്റെ വിലയായി ഇതാ 100 രൂപ. ചെറിയ മകൻ സാധനങ്ങളുമായി മടങ്ങുന്നു. മുറിയിലെത്തിയ അയാൾ ഈശ്വരന്റെ ഫോട്ടോയുടെ മുമ്പിൽ നിലവിളക്ക് കത്തിക്കുന്നു, ചന്ദനത്തിരിയും കത്തിക്കുന്നു. അടുത്തത് ദൃശ്യം 2 ആണ്. സമയം വൈകുന്നേരം 6 മണി. വൃദ്ധൻ പുത്രന്മാരുടെ മുറികൾ സന്ദർശിക്കാനെത്തി. മൂത്ത മകന്റെ മുറിയുടെ സമീപത്തെത്തിയ വൃദ്ധൻ മൂക്കു പൊത്തിക്കൊണ്ട്: എന്തൊരു നാറ്റം, സഹിക്കാൻ പറ്റുന്നില്ല.
മൂത്ത മകൻ മുറി നിറച്ചിരിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന മാലിന്യം കണ്ട് അയാൾ ഛർദിക്കുന്നു. വൃദ്ധൻ, ദൈവമേ, എന്താണിത്? ഇവിടെ നിന്നും വേഗം പോകാം. ഇളയ മകന്റെ മുറി നോക്കണമല്ലോ, അങ്ങോട്ട് പോകാം. വൃദ്ധൻ ഇളയ മകന്റെ മുറിയുടെ സമീപം എത്തിയിട്ട് മുറിയിലേക്ക് നോക്കുന്നു. അയാളുടെ മുഖത്ത് സന്തോഷഭാവം. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മുറി മുഴുവൻ പ്രകാശവും സുഗന്ധവും ഈശ്വര ചൈതന്യവും നിറഞ്ഞിരിക്കുന്നു. ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. വൃദ്ധൻ ഇളയ മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, നീയാണ് എന്റെ പിൻഗാമി. എന്റെ സ്വത്തും കച്ചവടവും ഞാനിതാ നിന്നെ ഏൽപ്പിക്കുന്നു. അലസനും കാര്യപ്രാപ്തിയില്ലാത്തവനും മൂഢനുമായ എന്റെ മൂത്ത മകന് ഞാൻ യാതൊന്നും നൽകുകയില്ല. ഇളയ മകൻ സന്തോഷിച്ച് ചിരിച്ച മുഖത്തോടെ നിൽക്കുമ്പോൾ മൂത്ത മകൻ, അവിടെയും ഒരു അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട്, മാ കഴിഞ്ഞ ഒരു കായുണ്ട് കേട്ടോ, ക്ഷമിക്കുക. മൂത്ത മകൻ തന്റെ മണ്ടത്തരമോർത്ത് തല കുനിച്ച് നിൽക്കുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ സ്ക്രിപ്റ്റ്? ഇനി നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.